ഹലോ. പണ്ടൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകർ ആയിരുന്നെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളെ ജീവൻ എടുക്കുന്ന അധ്യാപകരാണ് നമുക്ക് ചുറ്റുമുള്ളത്. എല്ലാവരുമല്ല, വളരെ ചുരുക്കം പേർ അങ്ങനെ തന്നെയാണ്. അതിന്റെ ഉദാഹരണമാണ് പാലക്കാട്ടിലെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അർജുൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം. അവനൊരു തെറ്റ് ചെയ്തു. ആ ഒരു തെറ്റിനെ നേർവഴിക്ക് നടത്താനാണ് ആ അധ്യാപകർ ശ്രമിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ കുട്ടി മരണമടയില്ലായിരുന്നു. കാരണം ശാസിക്കുക എന്നത് അധ്യാപനത്തിന്റെ ഒരു ചുമതല തന്നെയാണ്. അതിവിടെ ആരും കുറ്റം പറയുന്നില്ല. എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ച് ശാസിച്ചും അടിക്കുകയൊക്കെ ചെയ്തിട്ടും അതിന്റെ ദേഷ്യം തീരാതെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി പിന്നെയും അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ആവർത്തന വിരസതയല്ലേ അവിടെ ചൂണ്ടിക്കാട്ടുന്നത്? നീ ചെയ്ത കുറ്റത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് ലഭിക്കാവുന്ന ശിക്ഷ വരെ ആ ടീച്ചർ എണ്ണി എണ്ണി അക്കമിട്ട് പറഞ്ഞു. ഒരു സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചാണ് സംസാരിച്ചതെന്നൊക്കെയാണ് ഒരു കുട്ടി പറയുന്നത്. ആ വീഡിയോയിലേക്ക് നമുക്ക് വരാം. ഇത്രയൊക്കെ ചെയ്തിട്ടും എല്ലാവരും മുമ്പിൽ വെച്ച് അവനെ അടിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്തിട്ടും പിന്നെ എന്തിനാണ് ആ ടീച്ചർ പിന്നെയും അത് ആവർത്തിക്കാനായിട്ട് സ്റ്റാഫ് റൂമിലേക്ക് അവനെ വിളിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവനെ ഉപദ്രവിച്ചത്? ഇങ്ങനെയാണോ ഒരു അധ്യാപകർ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് അവര് പല മാനസിക സംഘർഷമുള്ള കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടീനെ പിന്നെ ഡൗൺ ആക്കാനാണോ? സൈക്കോപാത്തുകളല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സ്, നേർവഴിക്ക് നടത്തുകയല്ലേ ചെയ്യേണ്ടത്.